ഹായ് ഓൾ, ഫസേറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാഷൻ ഡിസൈനിങ്, സീയിങ് കോഴ്സുകൾ എന്നിവയെ സംബന്ധിച്ച ക്ലാസ്സുകളാണ് ഫസേറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് കൈകാര്യം ചെയ്യുന്നത്. ക്ലാസ്സുകളെക്കുറിച്ചുള്ള ഡൗട്ട്സുകളും സജഷൻസുകളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മുടെ പുതിയ പുതിയ ക്ലാസ്സുകൾ നിങ്ങളെ കൃത്യസമയത്ത് ലഭിക്കുകയുള്ളൂ. PSC നോട്ടിഫിക്കേഷൻ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഫസേറയുടെ ക്ലാസ്സിൽ ലഭ്യമാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം. ഫാഷൻ ടെർമിനോളജീസ്. ഫാഷൻ ഇൻഡസ്ട്രികളിൽ സാധാരണമായി ഉപയോഗിക്കുന്ന പദങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണെന്ന് നോക്കാം. ആക്സസറീസ്. എന്താണ് ആക്സസറീസ്? വസ്ത്രങ്ങളെ കൂടാതെ മൂടി പിടിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന മറ്റ് അനുബന്ധ സാധനങ്ങളെ ആക്സസറീസ് എന്ന് പറയുന്നു. അതായത് വസ്ത്രങ്ങളെ കൂടെ നമ്മളൊരു വസ്ത്രം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ വസ്ത്രത്തിന് വേണ്ട മാച്ചിങ് ആയിട്ടുള്ള പല ഐറ്റംസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബാഗ്, കമ്മൽ, ചപ്പൽസ്, ഇയറിങ്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളെയും ഇതിനെയൊക്കെ നമ്മൾ ആക്സസറീസ് എന്ന് പറയുന്നു. വസ്ത്രങ്ങളെ കൂടാതെ ഭംഗി വരുത്തുന്നതിനായി ഉപയോഗിക്കുന്ന എല്ലാ അനുബന്ധ സാധനങ്ങളെയുമാണ് ആക്സസറീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഹാൻഡ് ബാഗ്, ഹാറ്റ്സ്, ഫുഡ് വിയേഴ്സ്, ജ്വല്ലറി. അപ്പോൾ പിക്ചേഴ്സിൽ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ബൊട്ടിക്. ബൊട്ടിക് എല്ലാവർക്കും അറിയാം. ഫാഷൻ ഡിസൈൻ കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ സീയിങ് കോഴ്സ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ ഏകദേശം എല്ലാവരും പോകുന്ന ഒന്നെങ്കിൽ ടീച്ചിങ് ഫീൽഡ് അല്ലെങ്കിൽ ഡിസൈനിങ് ഫീൽഡാണ്. അപ്പോൾ ബൊട്ടിക്ക് സ്വന്തമായിട്ടൊരു ബൊട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ ബൊട്ടിക്കിൽ എങ്ങനെയാണ് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നത്, എന്താണ് ബൊട്ടിക്ക് എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും ഉപഭോക്താവിൻ്റെ വ്യക്തിഗത താല്പര്യം അനുസരിച്ച് വസ്ത്രങ്ങളോ മറ്റു അനുബന്ധ ഉൽപ്പന്നങ്ങളോ തയ്യാറാക്കി നൽകുന്ന സ്പെഷ്യലൈസ്ഡ് സ്റ്റോറാണ് ബൊട്ടിക്ക്. അതായത് ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് എന്താണോ അവർക്ക് ആവശ്യം അത് ചെയ്തു കൊടുക്കുന്ന സ്പെഷ്യലൈസ്ഡ് സ്റ്റോറിനെയാണ് ബൊട്ടിക് എന്ന് പറയുന്നത്. ബ്രാൻഡ് നെയിം. ഫാഷൻ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ബ്രാൻഡ് നെയിം. എന്താണ് ബ്രാൻഡ് നെയിം? ഒരു നിർമ്മാതാവ് തൻ്റെ ഉൽപ്പന്നത്തെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായി തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പേര്, ഒരു ചിഹ്നം, ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിയമപരമായി രജിസ്റ്റർ ചെയ്ത് തൻ്റെ ഉൽപ്പന്നത്തിൻ്റെ ലേബലിലും പരസ്യങ്ങളിലും മറ്റും ഉപയോഗിക്കുന്നതിന് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നു. നമുക്ക് തന്നെ അറിയാം, ചില പേരുകൾ കേട്ടാൽ അല്ലെങ്കിൽ അതിൻ്റെ സിമ്പിൾസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് ഏത് സ്ഥാപനത്തിൻ്റെയാണ്. ഇപ്പോൾ മലബാർ ഗോൾഡിൻ്റെ എം എന്നിട്ടുള്ള ചിഹ്നം കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് മലബാർ ഗോൾഡ് ആണെന്നുള്ളത്. അതേപോലെ ചില ആൾക്കാർ ആ മലബാർ ഗോൾഡിൻ്റെ എംബ്ലം അവർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തൻ്റേതായ ഉൽപ്പന്നത്തിൽ മാത്രം ഒരു നെയിം അല്ലെങ്കിൽ ഒരു പേര്, ഒരു സിമ്പിൾസ് രേഖപ്പെടുത്തുന്നതിന് നിയമപരമായി ലൈസൻസ് എടുക്കുന്നവർക്ക് ആ പേരിനെയാണ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് കസ്റ്റം മെയ്ഡ്. ഒരു ഉപഭോക്താവിൻ്റെ നിർദ്ദേശങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് നിർമ്മിക്കുന്ന ഉൽപ്പന്നമാണ് കസ്റ്റം മെയ്ഡ്. ഉപഭോക്താവിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവർക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തുകൊള്ളുക, അതായത് കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുന്ന വസ്ത്രത്തിനെയാണ് കസ്റ്റം മെയ്ഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസിക്. പണ്ട് കാലം മുതൽ ഉണ്ടായിരുന്നതും ഇപ്പോഴും നിലനിൽക്കുന്നതും ഭാവിയിൽ നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതുമായ വസ്ത്രവിഭാഗങ്ങളാണ് ക്ലാസിക് വസ്ത്രങ്ങൾ. അതായത് ദീർഘമായി നിലനിൽക്കുന്ന ഒരു ഫാഷൻ എന്ന് പറയാം. ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഫാഷനുകളുടെ കാലദൈർഘ്യം കൂടുതലായിരിക്കും. ക്ലാസിക് ഫാഷൻ വസ്ത്രങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകാതെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഇന്നും നിലനിൽക്കുന്നു. അതായത് പണ്ടുകാലം മുതലുള്ള ഫാഷനാണ്, അതായത് പണ്ടുകാലം മുതലുള്ള ഡ്രസ്സാണ്, അത് ഇന്നും ഉപയോഗിച്ച് വരുന്നുണ്ട്. പക്ഷെ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. ഇത്തരം ഫാഷനുകളെയാണ് ക്ലാസിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. എക്സാമ്പിൾ സൽവാർ കമ്മീസ്, സാരീസ്, ഷർട്ട്, മുണ്ട്, ഇതൊക്കെ നമ്മൾ പഴയകാലം മുതലേ ഉപയോഗിച്ച് വരുന്നതാണ്. ഇപ്പോഴും നിലനിൽക്കുന്ന വസ്ത്രധാരണ ശൈലിയാണ്. കൗച്ചർ. വസ്ത്രനിർമ്മാണത്തിനായുള്ള ഒരു ഫ്രഞ്ച് പദമാണ് കൗച്ചർ. വ്യക്തിഗത താല്പര്യം അനുസരിച്ച് വസ്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നൊരു വ്യാപാരം കൂടിയാണ് കൗച്ചർ. കൗച്ചർ എന്ന് പറഞ്ഞാൽ വസ്ത്രനിർമ്മാണത്തിനുള്ള ഒരു ഫ്രഞ്ച് പദമാണ്. ഒരു വ്യക്തിയുടെ താല്പര്യം അനുസരിച്ച് വസ്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യാപാരത്തിനെയാണ് കൗച്ചർ എന്ന് പറയുന്നത്. ഡിസൈനർ എല്ലാവർക്കും അറിയാം. ഫാഷൻ ഡിസൈനിങ് എന്തിനാണ് പഠിക്കുന്നത്? എല്ലാവരുടെ ഒരു അംബീഷനാണ് ഡിസൈനർ ആവുക എന്നുള്ളത്.
അപ്പോൾ പുതിയ വസ്ത്ര ഡിസൈനുകളും ഡിസൈൻ പാറ്റേണുകളും രൂപകൽപ്പന ചെയ്യുന്ന വ്യക്തിയാണ് ഡിസൈനർ എന്ന് പറയുന്നത്. ഡ്രേപ്പിംഗ് ഒരു ഗാർമെൻറ്റ് ഡിസൈൻ തുണി ഉപയോഗിച്ച് ത്രിമാന ഘടന രൂപത്തിലാക്കുന്ന പ്രക്രിയയാണ് ഡ്രേപ്പിംഗ്. ഡ്രേപ്പിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ദ്വിമാന ഘടനയുള്ള തുണിയെ, ഒരു തുണി എന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങളിലാണ്, ഫ്രണ്ടും ബാക്കും മാത്രമേ ഉണ്ടാവും. ദ്വിമാന ഘടന തുണിയെ ത്രിമാന രീതിയിലേക്ക് ഡിസൈൻ ചെയ്ത് മാറ്റുന്നതിനെയാണ് ഡ്രേപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ഡ്രസ് ഫോമിലേക്ക് ചുറ്റിയെടുക്കുന്നതിനെയാണ് ഡ്രേപ്പിംഗ് എന്ന്. ഇപ്പോൾ സാരി ഡ്രേപ്പ് ചെയ്യുകയാണ്, ചുറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഡിസൈൻ ചുറ്റി നമ്മൾ ത്രിമാന ഘടനാ രൂപത്തിലാക്കുന്ന പ്രക്രിയയാണ് ഡ്രേപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഫാഡ്. ഹ്രസ്വകാല ഫാഷനെ സൂചിപ്പിക്കുന്ന പദമാണ് ഫാഡ്. നേരത്തെ നമ്മൾ ക്ലാസിക് പറഞ്ഞു, ക്ലാസിക്കിന് നേരെ ഓപ്പോസിറ്റാണ് ഫാഡ്. അതായത് ക്ലാസിക് എന്ന് പറഞ്ഞാൽ ദീർഘകാലമായി നിൽക്കുന്നൊരു ഫാഷനാണ്. എന്നാൽ ഫാഡ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ലോങ് പീരീഡിൽ നിൽക്കുന്ന ഫാഷനെയാണ് ഫാഡ് എന്ന് പറയുന്നത്. ചില ഫാഷനുകൾ വളരെ വേഗം ജനകീയമാകുകയും വളരെ പെട്ടെന്ന് അതന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അതായത് ചില ഫാഷനുകൾ എന്താണ് പെട്ടെന്ന് വരും, അതെല്ലാവരും യൂസ് ചെയ്യും, പക്ഷേ ഒരു കുറച്ച് കാലത്തിന് ശേഷം ചെറിയ പീരീഡിൽ നമ്മുടെ മാർക്കറ്റിൽ നിന്ന ശേഷം അത് പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നു. അങ്ങനെയുള്ള ഫാഷനാണ് ഫാഡ് എന്ന് പറയുന്നത്. ഒരു സമയത്ത് ചോക്ലേറ്റ് സിനിമ ഇറങ്ങിയ സമയത്ത് ഈ ചോക്ലേറ്റ് സാരി ഒരു ട്രെൻഡായിരുന്നു. അതേപോലെ ഫന എന്ന് പറയുന്നൊരു സ്കേർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പല ഡ്രസ്സുകളും ഒരു ചെറിയ പീരീഡിൽ നമ്മൾ ഫാഷനായിട്ട് കത്തിക്കയറും, പക്ഷെ പെട്ടെന്ന് തന്നെ ആ ഫാഷൻ ഔട്ടാവുകയും ചെയ്യും. ഇതിനെയാണ് ഫാഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫാഷൻ. ഒരു നിശ്ചിത കാലയളവിൽ ജനകീയമായ ഒരു സ്റ്റൈലുകളെയോ ഫാഷൻ എന്ന് പറയുന്നു. നിശ്ചിത കാലയളവിൽ ഒരു ട്രെൻഡായി എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സാവട്ടെ, ഏത് ഐറ്റം ആയിരിക്കട്ടെ, അതിനെയാണ് ഫാഷൻ എന്ന് പറയുന്നത്. ഒരു വിഭാഗം ജനങ്ങൾ അംഗീകരിക്കുകയും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടതുമായ വസ്ത്രത്തിൻ്റെ സ്റ്റൈൽ ഫാഷനാകുന്നു. ഒരു പ്രത്യേക കാലയളവിൽ ജനങ്ങൾ സ്വീകരിച്ച ഒരു സ്റ്റൈല്, അതാണ് ഫാഷൻ എന്ന് പറയുന്നത്. സീയിങ് ടീച്ചർ UP ഹൈസ്കൂൾ നോട്ടിഫിക്കേഷൻ വന്നതും അതിന് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ UP സ്കൂൾ കൊല്ലം, വയനാട് ഹൈസ്കൂൾ എന്നീ ജില്ലകളിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനുള്ള ക്ലാസ്സുകൾ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ആപ്പിൽ ലഭ്യമാണ്. റെക്കോർഡഡ് ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോവുകയും മറ്റു പല തിരക്കുകൾക്കുള്ളവർക്ക് നമുക്ക് അവരുടെ സമയങ്ങളിൽ ക്ലാസ്സുകൾ കാണാൻ പറ്റും. കാരണം റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അത് നമുക്ക് അടുത്ത ദിവസം നമുക്ക് കാണാൻ പറ്റും. പിന്നെ എപ്പോൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആദ്യം മുതലേയുള്ള ക്ലാസ്സുകൾ ലഭ്യമാകും. കാരണം ഓൺലൈൻ ക്ലാസ് ആവുന്ന സമയത്ത് നമ്മളൊരു ദിവസം കണ്ടില്ലെങ്കിൽ ആ ക്ലാസ് നമുക്ക് മിസ്സായി പോകും. പക്ഷേ റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്ലാസ് എന്നും നമുക്കത് കാണാൻ പറ്റും. അതുകൂടാതെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പിന്നെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ലഭ്യമാണ്. ഹോർട്ടികൾച്ചർ. ഹൈ സ്റ്റൈൽ ഫാഷനെ സൂചിപ്പിക്കുന്ന ഫ്രഞ്ച് പദമാണ് ഹോർട്ടികൾച്ചർ. ഹൈ സ്റ്റൈൽ, ഉയർന്ന ഒരു ഫാഷൻ ഡിസൈനിങ്ങിനെ സൂചിപ്പിക്കുന്ന ഒരു ഫ്രഞ്ച് പദമാണ് ഹോർട്ടികൾച്ചർ. വസ്ത്രനിർമ്മാണത്തിൻ്റെ ആരംഭം മുതൽ പ്രത്യേകതരം തുണികൾ കൊണ്ട് നിർമ്മിച്ചതും ഉയർന്ന നിലവാരമുള്ളതും വില കൂടിയതും പ്രത്യേകതര തുണികൾ കൊണ്ട് നിർമ്മിച്ചതും കൈത്തുന്നലോട് കൂടിയതും വളരെ നാളത്തെ പ്രയത്നത്തിലൂടെ പ്രഗത്ഭരായ തൊഴിലാളികളെ കൊണ്ട് തയ്യാറാക്കി മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് ഹോർട്ടികൾച്ചർ. അതായത് ഒരു ഇൻ്റർനാഷണൽ ഫാഷൻ സെൻറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ ഹോർട്ടികൾച്ചറിനെ പറയാം. അതായത് നിങ്ങൾക്കറിയാം ഫാഷൻ ഷോകളിൽ, ഇൻ്റർനാഷണൽ ഷോകളിൽ അവിടെ ചെയ്യുന്ന ഡ്രസ്സുകൾ വലിയ വിലപിടിപ്പുള്ള ഡ്രസ്സുകളാണ്. പ്രത്യേകം കൈത്തുന്നലോടുകൂടി ചെറിയ വർക്കുകളോടെ അത്രയും സുതാര്യമായി ചെയ്യുന്ന വർക്കുകളാണ് ആ ഡിസൈനിങ്ങിൽ അല്ലെങ്കിൽ ആ ഷോകളിൽ ഉപയോഗിക്കുന്നത്. വില കൂടിയ തുണികളായിരിക്കും. അവ നല്ല ഉയർന്ന നിലവാരമുള്ളതായിരിക്കും. നല്ലൊരു ഏറ്റവും ഉയർന്ന ഡിസൈനേഴ്സ് ചെയ്യുന്ന ഡ്രസ്സുകളായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ ഹോർട്ടികൾച്ചർ എന്ന സ്ഥലത്ത്, അതായത് ആ ഒരു ഇതിൽ വെച്ചിട്ടാണ്. അതിനെയാണ് ഹോർട്ടികൾച്ചർ എന്ന് പറയുന്നത്. മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്നത്. നമ്മുടെ വസ്ത്രനിർമ്മാണത്തിൻ്റെ ആരംഭം മുതൽ പ്രത്യേകതരം തുണി കൊണ്ട് ഉയർന്ന നിലവാരത്തിലും വില കൂടിയതും കൈത്തുന്നിയതും പ്രഗത്ഭരായ തൊഴിലാളികളെ കൊണ്ട് തയ്യാറാക്കി മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് ഹോർട്ടികൾച്ചർ എന്ന് പറയുന്നത്. ഇത് പാരീസ്, മിലൻ, ലണ്ടൻ എന്നിവിടങ്ങളിലെ ഡിസൈൻ ചെയ്യുന്ന ഏരിയകളിലാണ് ഹോർട്ടികൾച്ചർ എന്ന് പറയുന്നത്. നോക്ക് ഓഫ്. ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിൻ്റെ അംഗീകാരം ഇല്ലാത്ത കോപ്പിയാണ് നോക്ക് ഓഫ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു പേരുകൾ അംഗീകാരം ഇല്ലാത്തതായിരിക്കും. ഇപ്പം നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു അംഗീകാരമുള്ള കോപ്പി, ബ്രാൻഡ് നെയിം നമ്മൾ പറഞ്ഞു, അതിനെ കോപ്പി അടിച്ച അക്ഷരങ്ങളൊക്കെ മാറ്റിയിട്ടൊക്കെ
ഇപ്പോൾ അഡിഡാസിൻ്റെ ഒക്കെ ഏകദേശം കോപ്പികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പേര് മാറ്റിയാൽ നമ്മളെന്താ വായിക്കുന്ന സമയത്ത് അത് അഡിഡാസ് ആണെന്ന് കരുതി വാങ്ങിപ്പോവും. അങ്ങനെ ഏതെങ്കിലും ഒരു പേരിൻ്റെ കോപ്പി ചെയ്യുന്നതിനാണ് നോക്ക് ഓഫ് എന്ന് പറയുന്നത്. ഫാഷൻ ക്ലോത്തുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് പതിപ്പിന് നോക്ക് ഓഫ് എന്ന് പറയും. അതായത് ഏതെങ്കിലും ട്രെൻഡായി കിടക്കുന്ന ഒരു സാധനത്തിൻ്റെ ജസ്റ്റ് 1-2 പേരുകൾ മാറ്റിയിട്ട് അക്ഷരങ്ങൾ സ്പെല്ലിങ് മാറ്റിയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പെട്ടെന്ന് അത് ശ്രദ്ധിക്കാതെ അത് വാങ്ങിപ്പോകും. അതായത് അതിനെ അനുകരിച്ച് പകർപ്പ് ചെയ്യുന്നതിനെയാണ് നോക്ക് ഓഫ് എന്ന് പറയുന്നത്. ഇത്തരം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഒറിജിനൽ വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നോക്ക് ഓഫ് എന്താണെന്ന് മനസ്സിലായി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്ക് ഓഫ് നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത പേരുകളാണ്. എക്സാമിന് ചോദിക്കാം. ഒരു ഒറിജിനൽ ബ്രാൻഡ് അല്ലെങ്കിൽ ഒറിജിനൽ പ്രോഡക്റ്റിൻ്റെ കോപ്പിയെ എന്താണ്, ഡ്യൂപ്ലിക്കേറ്റ് പതിപ്പിനെ എന്താണ് പറയുന്നത്? നോക്ക് ഓഫ്. ലൈൻ, ഒരു പ്രത്യേക കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരു കൂട്ടം ഗാർമെൻറ്റിനെ ലൈൻ എന്ന് പറയുന്നു. ഒരു പ്രത്യേക കാറ്റഗറി, ഇപ്പോൾ മെൻസ് വിയർ അത് മാത്രം വരുന്നതിന് അത് ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ലേഡീസ് വിയർ മാത്രം വരുന്ന ഒരു ലൈൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരു കൂട്ടം ഗാർമെൻറ്റിനെയാണ് ലൈൻ എന്ന് പറയുന്നത്. പ്രെറ്റ് എ പോർട്ടർ, റെഡി ടു വിയർ ക്ലോത്തിങ്ങിൻ്റെ ഫ്രഞ്ച് പദമാണ് പ്രെറ്റ് എ പോർട്ടർ. റെഡി ടു വിയർ, സെയിൽ വേണ്ടി നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാം ഫിനിഷായി കഴിഞ്ഞൊരു ഗാർമെൻറ്റിൻ്റെ ഫ്രഞ്ച് പദമാണ് പ്രെറ്റ് എ വിയർ. ഇത് സ്റ്റാൻഡേർഡ് അളവിൽ നിർമ്മിക്കുന്നു. ഉപഭോക്താക്കൾക്ക് വേണ്ടി വ്യത്യസ്ത അളവുകൾ വിപണിയിൽ ലഭ്യമാകുന്നു. സ്മോള്, മീഡിയം, ലാർജ്, എക്സൽ. സിൽ ഔട്ട്, നമുക്കറിയാം ഒരു വസ്ത്രത്തിൻ്റെ ഔട്ട്ലൈനിനെയാണ് സിൽ ഔട്ട് എന്ന് പറയുന്നത്. രൂപരേഖ, ഔട്ട്ലൈൻ ഓഫ് ദ ഫാബ്രിക്. ഒരു ഫാബ്രിക്കിൻ്റെ ഔട്ട്ലൈൻ, ഒരു ഗാർമെൻറ്റ് ഔട്ട്ലൈനിനെയാണ്, ഒരു വസ്ത്രത്തിൻ്റെ രൂപരേഖയാണ് സിൽ ഔട്ട് എന്ന് പറയുന്നത്. സ്റ്റൈൽ, ഒരു വസ്ത്രത്തിൻ്റെ അടിസ്ഥാന മാതൃകയാണ് സ്റ്റൈൽ. ഒരു വസ്ത്രത്തിൻ്റെ അടിസ്ഥാന മാതൃകയാണ് സ്റ്റൈൽ. സ്റ്റൈലും ഫാഷനും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നല്ലാതെ ഒരർത്ഥം വരുന്നില്ല. സ്റ്റൈലിൽ വരുന്ന സവിശേഷതകൾ അത് ഫാഷനാകുകയും പിന്നീട് ഇല്ലാതാവുകയും ചെയ്തേക്കാം. എന്നാൽ സ്റ്റൈൽ എന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അതായത് ഒരു വസ്തുവിൻ്റെ അടിസ്ഥാന മാതൃകയാണ് സ്റ്റൈൽ, എന്നാൽ എല്ലാ സ്റ്റൈലും ഫാഷൻ ആവണമെന്നില്ല. നമ്മൾ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അത് ഫാഷൻ എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ സ്റ്റൈലും ഫാഷനും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിലും എല്ലാ സ്റ്റൈലിനും ഫാഷൻ ആവില്ല. സ്റ്റൈലിൽ ചില മാറ്റങ്ങൾ വന്ന് ഫാഷനാവാം, പക്ഷേ ആ സ്റ്റൈൽ എന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. സ്റ്റൈലിസ്റ്റ്, വ്യക്തികൾക്കും ഫാഷൻ ഹൗസുകൾക്കും വസ്ത്ര ബ്രാൻഡുകൾക്കുമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് സ്റ്റൈലിസ്റ്റ്. വ്യക്തികൾക്കും ഫാഷൻ ഹൗസുകൾക്കും വസ്ത്ര ബ്രാൻഡുകൾക്കുമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, ഇവയാണ് സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്നത്. ഫാഷനുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നത് അവരുടെ പ്രധാന ഉത്തരവാദിത്തങ്ങളും ഉൾപ്പെടുന്നു. അതായത് ഒരു കസ്റ്റമറോട് അവരെ ഡീല് ചെയ്യുന്നത്, ഡ്രസ്സിനെ കുറിച്ച് പറയുന്നതും അതിൻ്റെ സെയിലിങ്സിനെ കുറിച്ച് പറയുന്നതും അതിൻ്റെ മെറ്റീരിയൽസിനെ കുറിച്ച് പറയുന്നതൊക്കെ സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അടുത്തത് ടോയിൽ. ടോയിൽ എന്നതൊരു ഫ്രഞ്ച് പദമാണ്. ഒരു ഡിസൈൻ യഥാർത്ഥ വസ്ത്രം നിർമ്മിക്കുന്നതിന് മുൻപ് വില കുറഞ്ഞ ഫാബ്രിക്കിൽ നടത്തുന്ന പരീക്ഷണ പതിപ്പിനെ ടോയിൽ എന്ന് പറയുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ടോയിൽ എന്ന വാക്ക് അധികം കേൾക്കാത്തതാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാമിന് അറിയില്ല എന്ന് വരാം. അപ്പോൾ അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കണം എന്ന് പറഞ്ഞത്. ടോയിൽ എന്നതൊരു ഫ്രഞ്ച് പദമാണ്. ഒരു യഥാർത്ഥ വസ്ത്രം നമ്മൾ നിർമ്മിക്കുന്നതിന് മുമ്പേ വില കുറഞ്ഞ ഫാബ്രിക് അതിൽ നിന്ന് പരീക്ഷണം നടത്തി നോക്കുന്നു. അതിനെയാണ് ടോയിൽ എന്ന് പറയുന്നത്. ട്രെൻഡ്, നിലവിൽ മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു ഉൽപ്പന്നത്തിനോട് ഉപഭോക്താക്കൾ കാണിക്കുന്ന ആവേശമാണ് ഫാഷൻ ട്രെൻഡ്. അതായത് നമ്മൾ ഒരു മാർക്കറ്റിൽ ഒരു സാധനം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നല്ല വിൽപ്പന, അതായത് എല്ലാവരും വാങ്ങുന്നുണ്ടെങ്കിൽ അതിനെയാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. അതിനോട് ഒരു ആവേശം, ഏതെങ്കിലും ഒരു ഫാഷൻ വരുന്ന സമയത്ത് നമ്മൾ ഏകദേശം എല്ലാവരും അതിനെ വാങ്ങാൻ തിരക്ക് കൂട്ടും. അങ്ങനെ ഏകദേശം കാണുന്നിടത്തൊക്കെ ആ ഫാഷൻ ഉണ്ടാകും. അതാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകളിൽ നമുക്ക് പറയാനുള്ളത് ഫാഷൻ ടെർമിനോളജിയിലെ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സുകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നേരത്തെ പറഞ്ഞ പോലെ ഫസേറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനത്തിലെ ഓൺലൈനായിട്ട് ചെയ്യുന്നത് കേട്ടറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫസേറയുടെ FDGT 2 വർഷത്തെ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി കോഴ്സുകൾ കഴിഞ്ഞവർക്കാണ് കേട്ടറ്റ് എക്സാം എഴുതാൻ സാധിക്കുക. കേട്ടറ്റ് എക്സാം ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യം വിളിക്കാറുണ്ട്. അപ്പം ഈ കേട്ടറ്റ് എക്സാം എഴുതാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. അതുകൂടാതെ ഫസേറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനത്തിൽ 2 വർഷത്തെ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഇത് ഓൺലൈൻ ക്ലാസ് അല്ല, ഓഫ്ലൈൻ ക്ലാസ് ആണ്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്താണ് ഫസേറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓഫീസിൽ ഡയറക്റ്റ് വന്ന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇതുകൂടാതെ ഗവൺമെൻറ് കോഴ്സുകൾ കൂടാതെ ഫസേറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനത്തിൽ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ടെക്നോളജി, ടൈലറിംഗ് കോഴ്സ് 6 months,
ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കോഴ്സ് കൂടാതെ ബ്യൂട്ടീഷ്യൻ കോഴ്സുകളും ലഭ്യമാണ്. നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും രേഖപ്പെടുത്തുക.